അയോധ്യ ശ്രീരാമക്ഷേത്രത്തിൽ ധ്വജാരോഹണം നിർവഹിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാരതീയ സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും പ്രതീകമാണ് രാമക്ഷേത്രമെന്ന് മോദി. ചടങ്ങിൽ RSS സർസംഘചാലകൻ മോഹൻ ഭാഗവത് ഉൾപ്പെടെ പ്രമുഖർ. ധ്വജത്തിൽ ഉയർത്തിയ കാവ്യ പതാകയിൽ സൂര്യനും ഓംലിബിയും കോവിദാരവൃക്ഷത്തിൻ്റെ ചിത്രവും. നടിയെ ആക്രമിച്ച കേസിൽ വിധി ഡിസംബർ 8-ന്. വിധി 8ാം പ്രതി ദിലീപിന് നിർണായകം. കേസ് പരിഗണിക്കുന്നത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. വിധി വരുന്നത് കുറ്റകൃത്യം നടന്ന് 8 വർഷങ്ങൾക്ക് ശേഷം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ N വാസുവിൻ്റെയും KS ബൈജുവിൻ്റെയും ജാമ്യാപേക്ഷകൾ ഇന്ന് കോടതിയിൽ. A പത്മകുമാറിൻ്റെ SIT കസ്റ്റഡി അപേക്ഷ നാളെ പരിഗണിക്കും. വാസുവിനെ വിലങ്ങണിച്ച് കോടതിയിൽ കൊണ്ടുവന്ന പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടായേക്കും. വിവാദങ്ങൾക്കിടയിൽ CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗം പുരോഗമിക്കുന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുക്കുന്നു. എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടന പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ നിന്നുള്ള 7 സർവീസുകൾ റദ്ദാക്കി. ഉംറ തീർത്ഥാടകരെ വലച്ച് ജിദ്ദയിലേക്കുള്ള സർവീസും തടസ്സപ്പെട്ടു. ഉത്തരേന്ത്യൻ നഗരങ്ങൾക്ക് മുകളിലും പുകപടലം. വിമാനങ്ങൾക്ക് യന്ത്ര തകരാറുണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് DGCA. പോലീസിനു നേരെ ബോംബെറിഞ്ഞ കേസിൽ പയ്യന്നൂർ നഗരസഭാ CPM സ്ഥാനാർത്ഥി VK നിഷാദിന് 20 വർഷം തടവും 2.5 ലക്ഷം രൂപ പിഴയും. നിലവിൽ VK നിഷാദിന് ജനപ്രതിനിധിയാകുന്നതിൽ വിധി തടസ്സം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ മുന്നണികൾ. പാർട്ടികൾക്ക് തലവേദനയായി വിമതശല്യം. തൃശൂർ DCC പ്രസിഡന്റിനെതിരെ പോസ്റ്റർ. 20 ലക്ഷത്തിന് ഒല്ലൂർ സെൻട്രൽ ഡിവിഷൻ സീറ്റ് വിറ്റു എന്ന് ആരോപണം.